നമസ്കാരം. ഡിപ്പാർട്ട്മെൻ്റൽ പരീക്ഷയുടെ ഒരു പേപ്പറായ KER ഇത് വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്കും അധ്യാപകരും എഴുതേണ്ട ഒരു പരീക്ഷയാണ് KER എന്ന് പറയുന്നത്. നമ്മൾ പറയുമ്പോൾ KER എന്ന് പറയുമെങ്കിലും ഇത് ശരിക്കും കേരള എഡ്യൂക്കേഷണൽ ആക്ട് ആൻഡ് റൂൾസ് എന്നാണ്, KEAR ആണ്. ഈ KERൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് എയ്ഡഡ് സ്കൂളിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. എയ്ഡഡ് സ്കൂള് ജീവനക്കാർ, അതിലെ നിയമനങ്ങൾ, അവരുടെ മറ്റ് കാര്യങ്ങളൊക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ പ്രതിപാദിക്കുന്നത്. അത് ഗവൺമെൻറ് സ്കൂൾ അധ്യാപകർക്കും ബാധകമാകുക എന്നതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ KERൽ മുഴുവനും എയ്ഡഡ് സ്കൂളിലുള്ള കുട്ടികൾ, അവിടുത്തെ ജീവനക്കാർ, അത്തരം കാര്യങ്ങളാണ്. അത് നമ്മൾ പ്രത്യേകം ഒന്ന് ഓർമ്മിക്കേണ്ടതാണ്. നമുക്കറിയാം 100 മാർക്കിൻ്റെ ഒരു പേപ്പറാണ് ഈ KER എന്ന് പറയുന്നത്. 40% മാർക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. പുസ്തകം മറ്റ് അക്കൗണ്ടസ്റ്റ് ലോവറിൽ ചെയ്യും പോലെ പുസ്തകം വെച്ചിട്ട് എഴുതാനോ പുസ്തകമോ ഗൈഡോ വെച്ച് എഴുതാൻ ഈ പരീക്ഷ അങ്ങനെയുള്ള ഒന്നല്ല. പുസ്തകം വെച്ച് എഴുതാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് പോയി പരീക്ഷ എഴുതണം എന്നുള്ളതാണ് സത്യം. ഈ ക്ലാസ് ഞാൻ വോയിസ് ക്ലാസ് മാത്രമായിട്ടാണ് ഇടുന്നത്. ആൾക്കാർക്ക് കേട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പഠിക്കുകയും ചെയ്യാം. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നമുക്ക് ഈ KERന്റെ പ്രധാനപ്പെട്ട ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു മൊത്തത്തിലൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്നവർ മിക്കവാറും വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരും അധ്യാപകരുമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടാവും. ആ ധാരണയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ ആമുഖ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ എഡ്യൂക്കേഷണൽ ആക്ട് ആൻഡ് റൂൾസിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. ആക്ട് എന്ന് പറയുമ്പോൾ ഒരു നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കി എടുക്കുന്ന ഒന്നാണ് ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ആക്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് റൂൾസ് ശരിക്കും. അതായത് ഒരു വലിയ വൃത്തം എന്ന് പറയുന്നത് ആക്ട് ആണെങ്കിൽ ആ വൃത്തത്തിനകത്താണ് റൂൾ ഉണ്ടാവുക. അതായത് ആക്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് റൂൾസ്. അപ്പോൾ റൂൾസിന് ഒരിക്കലും ആക്റ്റിൻ്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർ, അവരുടെ പ്രൊമോഷൻസ്, ബാക്കി സ്കൂളുകൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്ന ഈ വീഡിയോയിൽ. അതൊന്ന് നിങ്ങൾ കേട്ട് നോക്ക്. നമുക്കറിയാം വിദ്യാഭ്യാസം അത് ഡീസെൻട്രലൈസ് ചെയ്യാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും നയങ്ങൾ താഴെ തട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് സബ് ജില്ല, വിദ്യാഭ്യാസ ജില്ല എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലാണ് സബ് ജില്ല എന്ന് പറയുന്നത്. നമുക്കറിയാം സബ് ജില്ല എന്ന് പറയുന്നത് കുറേ സ്കൂളുകൾ ചേരുന്ന ഒരു ഏരിയയാണ്, പ്രത്യേക ഏരിയയാണ് സബ് ജില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ജില്ലയിൽ ചില ജില്ലകളിൽ 15ഓളം സബ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളും അതിൻ്റെ പരിധിയുമുണ്ട്. ചിലയിടത്ത് 4-5 സബ് ജില്ലകൾ മാത്രമുള്ള ജില്ലയുണ്ട്. എന്നാൽ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലാണെങ്കിൽ ഏകദേശം 15-16 സബ് ജില്ലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സബ് ജില്ലകളിൽ എന്താണ് സബ് ജില്ല എന്ന് പറയുന്നത്? സബ് ജില്ലയ്ക്ക് ഒരു സബ് ജില്ലാ ഓഫീസ് ഉണ്ടാവും. ആ സബ് ജില്ലാ ഓഫീസിൻ്റെ തലവൻ എന്ന് പറയുന്നത് AEO ആണ്. അതിൽ കുറേ അധികം സ്കൂളുകൾ ഉണ്ടാവും. LP UP സ്കൂളുകളാണ്
പ്രധാനമായിട്ട് ഗവൺമെൻറ് എയ്ഡഡ് LP UP സ്കൂളുകളാണ് ഈ സബ് ജില്ലാ AEOയുടെ പരിധിയിൽ വരുന്നത്. അപ്പോൾ ആ പരിധിയിൽ വരുന്ന AEOയുടെ ഉത്തരവാദിത്തങ്ങൾ എന്താന്ന് പറഞ്ഞാൽ അക്കാദമിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക, സ്കൂളിൻ്റെ ബാക്കിയുള്ള മൊത്തത്തിൽ പുരോഗമനപരവും അച്ചടക്ക സംബന്ധവുമായ കാര്യങ്ങൾ നടത്തുക, ഈ LP UP സ്കൂളുകളിലെ എയ്ഡഡ് സ്കൂളുകളിലെയും ഗവൺമെൻറ് സ്കൂളുകളുടെയും അധ്യാപകരുടെ സേവന വേതന വ്യവസ്ഥകൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം അംഗീകരിക്കുക, അപ്പോയിൻമെൻറ്റ് അപ്രൂവൽ അത് AEOയുടെ ചുമതലപ്പെട്ടതാണ്. ദെൻ LP UP സ്കൂളുകളിലെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റിയാണ് AEO, പെൻഷൻ സാങ്ഷനിങ് അതോറിറ്റി. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലാണ് DO അഥവാ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷണൽ ഓഫീസർ. അത് വിദ്യാഭ്യാസ ജില്ലയായിട്ട്, ഒരു ജില്ലയെ പല വിദ്യാഭ്യാസ ജില്ലയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഞാൻ കണ്ണൂരാണ് എടുക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ 3 വിദ്യാഭ്യാസ ജില്ലകളുണ്ട്. അപ്പോൾ അതിലും കൂടുതൽ വിദ്യാഭ്യാസ ജില്ലയുണ്ട്. കണ്ണൂർ ജില്ലയിൽ 3 വിദ്യാഭ്യാസ ജില്ലയുള്ളപ്പോൾ മലപ്പുറത്ത് 5 വിദ്യാഭ്യാസ ജില്ലയുണ്ട്. എന്നാൽ വയനാട്ടിൽ 1 വിദ്യാഭ്യാസ ജില്ല മാത്രമേ ഉള്ളൂ. ആ വിദ്യാഭ്യാസ ജില്ലയും ഏകദേശം ഒന്ന് തന്നെയാണ്. അത് അതിൻ്റെ വലിപ്പം അനുസരിച്ചാണ് കുട്ടികൾ സ്കൂളിൻ്റെ എണ്ണവും. അപ്പോൾ ഈ DOയുടെ ചുമതല എന്ന് പറയുന്നത് നമ്മൾ ഹൈസ്കൂളുകൾ, ഗവൺമെൻറ് എയ്ഡഡ് ഹൈസ്കൂളുകളുടെ അക്കാദമിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ എയ്ഡഡ് ഹൈസ്കൂളുകളിലെ അധ്യാപകരുടെ നിയമനം അംഗീകരിക്കുക, എയ്ഡഡ് ഹൈസ്കൂളുകളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും പെൻഷൻ സാങ്ഷൻ ചെയ്യുക. സാങ്ഷനിങ് അതോറിറ്റിയാണ് ഇവർ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, DO എന്ന് പറയുന്ന വിദ്യാഭ്യാസ ജില്ലയിലെ ഓഫീസറാണ് DO. ആ DOയുടെ കീഴിൽ വരുന്നതാണ് ഹൈസ്കൂളുകൾ ഹൈസ്കൂളിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന LPയും UPയും DOയുടെ കീഴിലാണ് വരിക. LPയും UPയും വേറിട്ട് നിൽക്കുകയാണെങ്കിൽ അത് AEOയുടെ കീഴിൽ വരും. LPയും UPയും ഒരു ഹൈസ്കൂളിനോട് അറ്റാച്ച് ചെയ്താണെങ്കിൽ ആ ഹൈസ്കൂള് ഏത് DOയുടെ കീഴിലാണോ ആ DOയ്ക്കായിരിക്കും ആ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് LPയും UPയുടെയും കൂടി ചുമതല എന്ന് പറയുന്നു. ഇതിനു മുകളിലാണ് നമ്മൾ ഡെപ്യൂട്ടി ഡയറക്ടർ, ജില്ലയിലെ പ്രധാനപ്പെട്ട ഓഫീസറാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എന്ന് പറയുന്നു. അത് ജില്ലയിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും, ജില്ലയിലുള്ള എല്ലാ കാര്യങ്ങളും, അപ്പീലുകൾ, നിയമനങ്ങൾ, ഗവൺമെൻറ് സ്കൂളുകളിലേക്കുള്ള നിയമനങ്ങൾ, അവരുടെ ട്രാൻസ്ഫറുകൾ, സ്ഥലം മാറ്റങ്ങൾ, ഇവയൊക്കെ നടപ്പാക്കുന്നത് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഇനി ഞാൻ ഈ പറയുന്നത് നമ്മൾ സ്കൂളുകളിലെ പ്രൊമോഷൻ എങ്ങനെയാണ് പോകുന്നത്. പ്രധാനമായിട്ട് ഇത് ഗവൺമെൻറ് സ്കൂളുകൾക്ക് മാത്രമാണ് ബാധകം. എയ്ഡഡ് സ്കൂളുകളിലെ പ്രൊമോഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് സ്കൂൾ ടീച്ചർ ആയി കഴിഞ്ഞാൽ അവർ ഒരു ഹെഡ് മാഷ് ആവും, അല്ലെ പ്രിൻസിപ്പൾ ആവും, അതോടുകൂടി അത് നിൽക്കും. എന്നാൽ ഗവൺമെൻറ് ഹൈസ്കൂളിലെ അധ്യാപകൻ ഹെഡ് മാഷ് ആവുന്നു, അല്ലെങ്കിൽ AEO ആവുന്നു. ദെൻ അവർ അടുത്ത പ്രൊമോഷനായ DO ആകും. ആ DOയുടെ അടുത്ത പ്രൊമോഷൻ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അഥവാ DD ആണ്. DDയുടെ അടുത്ത പ്രൊമോഷൻ ജോയിൻറ്റ് കമ്മീഷണറാണ്. ജോയിൻറ്റ് കമ്മീഷണർ കഴിഞ്ഞാൽ ADP ആണ്. ഇപ്പോൾ DPI അഥവാ ഡയറക്ടർ എന്ന് പറയുന്നത് IAS കേഡറാണ്. അതുകൊണ്ട് ADPI വരെയാണ് നമ്മൾ ഈ പ്രൊമോഷൻ ഇതിൽ നമ്മൾ സാധാരണ ഒരു ഹൈസ്കൂൾ HM പ്രൊമോഷനായിട്ട് എത്തിച്ചേരുക. എന്നാൽ ഒരു വിദ്യാഭ്യാസ വകുപ്പിലെ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ഒരു പ്രൊമോഷൻ കൂടി ഞാനിവിടെ പറയുകയാണ്. അതും ഗവൺമെൻറ് സെക്ഷനിലാണ് പറയേണ്ടത്. നമ്മളിവിടെ LDC പിന്നെ UDC ആവുന്നു. UDCയിൽ കുറച്ച് പേര് ഹെഡ് ക്ലർക്കായി മാറും. ഹെഡ് ക്ലർക്ക് എല്ലായിടത്തും ഒരുപാട് പോസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ദെൻ UD അധികം ജീവനക്കാരും JS ആയിട്ടാണ് പോകുന്നത്. ജൂനിയർ സൂപ്രണ്ട് അഥവാ നോൺ മീൽ ഓഫീസർ ഓർ ജൂനിയർ സൂപ്രണ്ട്, രണ്ടും സെയിം കേഡറാണ്. ആ ജൂനിയർ സൂപ്രണ്ടാണ് പിന്നെ സീനിയർ സൂപ്രണ്ടായിട്ട് പോകുന്നത്. സീനിയർ സൂപ്രണ്ട് അടുത്ത പ്രൊമോഷൻ ആയാൽ പേഴ്സണൽ അസിസ്റ്റന്റ് ടു DOയുടെ PA ആണ് അടുത്ത പ്രൊമോഷൻ തസ്തിക. ഈ DOയുടെ PA കഴിഞ്ഞാൽ അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഓഫീസറാണ്.
ജില്ലയിലെ ഓഫീസിലാണ് ഉണ്ടാവുക അക്കൗണ്ട്സ് ഓഫീസർ. ഈ അക്കൗണ്ട്സ് ഓഫീസർ കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പോസ്റ്റാണ്, അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റും കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രൊമോഷൻ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്. അത് ഡയറക്ടറുടെ ഓഫീസിലൊക്കെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഉള്ളൂ. വീണ്ടും സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിനേക്കാൾ അടുത്ത പ്രൊമോഷൻ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ടെക്സ്റ്റ് ബുക്ക് ഓഫീസറാണ്. അപ്പോൾ ഇതാണ് ഒരു നോൺ ടീച്ചിങ്, ഒരു LDC, വിദ്യാഭ്യാസ വകുപ്പിൽ കയറി ജോയിൻ ചെയ്യുന്ന ഒരു LDCയുടെ പ്രൊമോഷൻ തസ്തികകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിൽ ഞാൻ പറഞ്ഞു ഡയറക്ടർ എന്ന് പറയുന്നത് പിന്നെ IAS കേഡറാണ്. ഇതെല്ലാം ബാക്കിയെല്ലാം പ്രൊമോഷനായി വരുന്നു. ചിലത് ഡയറക്റ്റും വരുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന തസ്തിക ഇതാണ് KS വിദ്യാഭ്യാസ വകുപ്പിലും KSനുള്ള ആൾക്കാർ വരുന്നുണ്ട്. അത് DO ആയിട്ടാണ് ആദ്യ നിയമനം. KS DO വിദ്യാഭ്യാസ വകുപ്പിലെ DO തസ്തികയിലേക്കാണ് ആദ്യ നിയമനം വരുന്നത്. അപ്പോൾ അത്തരത്തിൽ KSകാർ കൂടി വരുമ്പോൾ ജീവനക്കാർക്കുള്ള പ്രൊമോഷൻ സാധ്യതകൾ അല്പം കുറയുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ഒരു ഹൈസ്കൂൾ HM ആവണമെങ്കിൽ നമ്മൾ ഡിഗ്രിയും BEഡും ഉണ്ടായിരിക്കണം. നമുക്ക് ഡിഗ്രി എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ ചിലർക്ക് ഈ ഭാഷാധ്യാപക ട്രെയിനിങ് ഒക്കെ ഉള്ളവരുണ്ടാവും. അത് പോരാ. HM ആകാൻ വേണ്ടി, HM ആകണമെങ്കിൽ, ഹെഡ് മാസ്റ്റർ ആവണമെങ്കിൽ നിർബന്ധമായിട്ടും BEd ഉണ്ടായിരിക്കണം. പിന്നെ അക്കൗണ്ടന്റ് ലോവറും KER പാസ്സായിരിക്കണം. ഇനി നമ്മുടെ സ്കൂളുകളിൽ കേരളത്തിൽ 5 വയസ്സിലാണ് 1ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഈ KER പഠിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ പരീക്ഷകൾ കഴിയുന്തോറും പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ അപ്ഡേറ്റ്സ് മാത്രം അറിയുന്ന ചോദ്യകർത്താവിൻ്റെ അടുത്തുനിന്ന് ചോദ്യങ്ങളിൽ ചില വീഴ്ചകളൊക്കെ ഉണ്ടാവാറുണ്ട്. പഴയ ചോദ്യം വെച്ചിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രസക്തി ഉണ്ടാവില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഈ കുറേ ചോദ്യങ്ങൾ പിന്നെ ഇൻവാലിഡ് ആയിട്ട് വരാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ സെൻട്രലിൽ 6 വയസ്സും സംസ്ഥാനത്ത് 5 വയസ്സുമാണ് 1ാം ക്ലാസ്സിൽ കുട്ടികളെ ചേർക്കുന്നതിനുള്ള പ്രായമായി കണക്കാക്കിയിരിക്കുന്നത്. ഇതിൽ ഈ 5 വയസ്സെന്ന് പറയുന്നതിൽ 3 മാസത്തെ ഇളവ് വേണമെങ്കിൽ രക്ഷിതാവ് അപേക്ഷിച്ചാൽ കിട്ടും. ആ ബന്ധപ്പെട്ട AEO അതിൻ്റെ കണ്ടൊണേഷൻ തരും. കണ്ടൊണേഷൻ എന്ന് പറഞ്ഞാൽ 3 മാസത്തെ ഇളവ് അനുവദിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കും. എന്ന് പറഞ്ഞാൽ 4 വർഷവും 9 മാസവും പ്രായമായ ഒരു കുട്ടിയെ വേണമെങ്കിലും ഈ സ്റ്റേറ്റിൽ 5ാം ക്ലാസ്സിൽ ചേർക്കാം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഈ സംസ്ഥാനത്തെ എല്ലാ ജീവനക്കാരും ഇപ്പോൾ ഏറ്റവും നിർബന്ധമായിട്ടുണ്ട്. എയ്ഡഡ് സ്കൂൾ ആണെങ്കിലും ഗവൺമെൻറ് സ്കൂൾ ആണെങ്കിലും അവർ കേട്ടറ്റ് പാസ്സായിരിക്കണം എന്നത് നിർബന്ധമാണ്. അത് എയ്ഡഡ് ആയാലും ശരി ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ കേട്ടറ്റ് പാസ്സായിരിക്കണം. എന്നാൽ എയ്ഡഡിൽ അപ്രൂവൽ കിട്ടണമെങ്കിൽ, നിയമനം അംഗീകരിക്കണമെങ്കിൽ കേട്ടറ്റ് പാസ്സായിരിക്കണം. ഇനി കുട്ടികളുടെ എണ്ണത്തെ പറ്റി നമുക്ക് ഈ KER പഠിക്കുന്നതിന് മുമ്പ് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിൽ 30 കുട്ടികൾക്കാണ് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. 1 മുതൽ 5 വരെയുള്ള സ്റ്റാൻഡേർഡുകൾ, 1ാം ക്ലാസ്സിൽ 30 കുട്ടിയുണ്ടെങ്കിൽ ഒരു ഡിവിഷൻ കിട്ടും. 31 കുട്ടിയുണ്ടെങ്കിൽ 2 ഡിവിഷൻ കിട്ടും. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അത് 5ാം ക്ലാസ് വരെ അങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. 30 കുട്ടികൾക്ക് ഒരു ഡിവിഷൻ, 31 കുട്ടിയുണ്ടെങ്കിൽ 2ാമത്തെ ഡിവിഷൻ കിട്ടുക. ഇനി അതേപോലെ 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ നമ്മൾ 35 കുട്ടികൾക്കാണ് ഒരു ഡിവിഷൻ. 36 കുട്ടിയുണ്ടെങ്കിലാണ് 2 ഡിവിഷൻ കിട്ടുക. ഇപ്പോൾ 31 ഉണ്ടെങ്കിൽ അവിടെ 6 മുതൽ 8 വരെ 36 കുട്ടികൾ ഉണ്ടെങ്കിലാണ് 2 ഡിവിഷൻ കിട്ടുക. 9ലും 10ലും 45 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ വേണ്ടത്. എന്നാൽ രണ്ടാമതൊരു ഡിവിഷൻ കിട്ടണമെങ്കിൽ 51 കുട്ടികൾ ഉണ്ടായിരിക്കണം. 45 കൂട്ടണം 6. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. മുമ്പ് എല്ലായിടത്തും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ 8ാം ക്ലാസ് വരെ നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമം വന്നതോടുകൂടി ഈ എണ്ണത്തിലൊക്കെ മാറ്റങ്ങൾ വന്നു. അതിൽ 9ഉം 10ഉം ആ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് കൊണ്ടാണ് അവരിപ്പോഴും 45 കുട്ടികൾക്ക് ഒരു ഡിവിഷനും
51 കുട്ടികളായാൽ 2 ഡിവിഷനുമായി ഇപ്പോഴും കണക്ക് കൂട്ടി പോരുന്നത്. ഇനി മുൻകാലങ്ങളിൽ നമ്മൾ അധ്യാപകർ സ്കൂളിൽ ചേർന്നു, കുട്ടികളെയൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് സ്കൂളുകളിൽ ചേർന്നു. ഒരു ദിവസം ഓരോ വർഷത്തേക്കുള്ള ആവശ്യമായ കുട്ടികളെയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് ചേർന്ന് നമുക്ക് അധ്യാപകർക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നിയമന അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പിന്നെ അവർ പുറത്താവില്ല ഒരിക്കലും. എന്നാൽ ആ പ്രൊട്ടക്ഷൻ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ പ്രൊട്ടക്ഷൻ ഓൾറെഡി ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്കൂളിൽ ഒരു സ്കൂളിൽ ഡിവിഷൻ കുറഞ്ഞാൽ അവിടെയുള്ള അധ്യാപകൻ വേറൊരു സ്കൂളിലേക്ക് പോകണമെന്നേ ഉള്ളൂ. എന്നാൽ എയ്ഡഡ് സ്കൂളുകളിൽ കോർപ്പറേറ്റിലാണെങ്കിൽ, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളിലാണെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് പോകാം. എന്നാൽ സിംഗിൾ മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഇപ്പോൾ പ്രൊട്ടക്ഷൻ കോർപ്പറേറ്റിലും ഇല്ല, എയ്ഡഡ് സ്കൂളുകളിൽ എവിടെയും 2015-16 മുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? 2015-16 മുതൽ നിയമിതരായ അധ്യാപകർ അവർക്ക് കുട്ടികളുടെ എണ്ണക്കുറവ് കൊണ്ട് ഡിവിഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ പുറത്തു പോകേണ്ടതായിട്ട് വരും. എന്നാൽ 2012-10 കാലഘട്ടത്തിലൊക്കെ നിയമിക്കപ്പെട്ടിട്ടുള്ള ഒരു അധ്യാപകൻ ഇപ്പോഴും കുട്ടികളില്ലാത്തത് കൊണ്ട് പുറത്തു പോകേണ്ടി വന്നാൽ അവരെ പ്രൊട്ടക്റ്റഡ് ഹാൻഡായിട്ട്, സംരക്ഷിത അധ്യാപകരായിട്ട് കണക്കാക്കുകയും മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ BRCകളിലോ ഒക്കെ നിയമിക്കുകയും ചെയ്യുന്ന രീതി ഇപ്പോൾ ഉണ്ട്. എന്നാൽ 2015-16 മുതലുള്ള അധ്യാപകർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. ഈ കുട്ടികൾ, ഇനി അടുത്തത്, കുട്ടികളുടെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു വെക്കുന്ന ഒരു സോഫ്റ്റ്വെയർ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അതെല്ലാ സ്കൂളുകളിലും ആ സോഫ്റ്റ്വെയറിലാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത്. ആ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സമ്പൂർണ്ണ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് കുട്ടികളുടെ വിവരങ്ങളെല്ലാം ശേഖരിച്ച് വെക്കുന്നത്. ഇനി അതുപോലെ ഒരു സോഫ്റ്റ്വെയറാണ് ഈ എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനം അംഗീകരിക്കുന്ന സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയറിലൂടെയാണ് മാനേജർ നിയമിച്ച അധ്യാപകരുടെ വിവരങ്ങൾ ഫോർവേഡ് ചെയ്യേണ്ടത് ഒക്കെ. ആ സോഫ്റ്റ്വെയറിലാണ് നമ്മൾ നിയമനം അംഗീകരിക്കേണ്ടത്. ആ സോഫ്റ്റ്വെയറിൻ്റെ പേര്, അതായത് എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ നിയമനം അംഗീകരിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സമന്വയ എന്ന് പറയുന്നത്. സമന്വയം. അപ്പം നമ്മൾ 2 സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞു, സമ്പൂർണ്ണയും സമന്വയും. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ന്യൂലി ഓപ്പൺഡ് സ്കൂൾ, പല സ്കൂളായിട്ട് നമ്മളിതിനെ തിരിച്ചിട്ടുണ്ട്. പ്രീ KER എന്ന് പറഞ്ഞാൽ ഈ KER നിലവിൽ വരുമ്പം നിലവിലുണ്ടായിരുന്ന സ്കൂളുകളാണ് ശരിക്കും പ്രീ KER എന്ന് പറയുന്നത്. പ്രീ KERന് ശേഷം ഉള്ള സ്കൂളുകൾ പോസ്റ്റ് KER സ്കൂളുകളാണ്. അതിനുശേഷം 22/5/79 ശേഷം ആരംഭിച്ച സ്കൂളുകളെ ന്യൂലി ഓപ്പൺഡ് സ്കൂളുകൾ എന്നാണ് പറയുക. പുതുതായി ആരംഭിച്ച സ്കൂളുകൾ. ആ സ്കൂളുകൾക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ നിയമനങ്ങളിലുണ്ട്, പ്രത്യേക നിയമങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ഓർമ്മിച്ചിരിക്കുക, 1979 ശേഷം പുതുതായിട്ട് ഉണ്ടായിട്ടുള്ള സ്കൂളുകളാണ് ന്യൂലി ഓപ്പൺഡ് സ്കൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, നമ്മളുടെ അൺഎക്കണോമിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. അൺഎക്കണോമിക് സ്കൂളുകൾ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു LP സ്കൂളിൽ ഒരു ക്ലാസ്സിൽ 15 കുട്ടികൾ ഉണ്ടായിരിക്കണം. 15 കുട്ടികളിൽ താഴെയായാൽ, ഇപ്പോൾ 1ാം ക്ലാസ്സിൽ 15 കുട്ടികളിൽ താഴെയാവുകയും ആകെ LP സ്കൂളിൽ 60 കുട്ടികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ സ്കൂള് അൺഎക്കണോമിക് ആയിട്ട് പ്രഖ്യാപിക്കാം. അങ്ങനെ അത് ഇപ്പം അതിൻ്റെ ആ വാക്കിനൊരു മാറ്റം വന്നിട്ടുണ്ട്. മതിയായ എണ്ണം കുട്ടികളില്ലാത്തതെന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ അൺഎക്കണോമിക് എന്നാണ് പറയുക. ഇപ്പോൾ കുട്ടികളുടെ എണ്ണത്തിൽ എക്കണോമിക് എന്ന് പറയുന്ന വാക്കില്ല എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അൺഎക്കണോമിക് എന്ന് പറയുന്നത്, അല്ലെ മതിയായ എണ്ണം കുട്ടികളില്ലാത്തതെന്ന് പറയുന്നത്, ഇപ്പോൾ LP മാത്രമാണെങ്കിൽ 4 ഡിവിഷനാണ് ഉള്ളത് അവിടെ. 1, 2, 3, 4. ഈ 4 ഡിവിഷനും കൂടി എത്ര കുട്ടികൾ ഉണ്ടായിരിക്കണം? 60 കുട്ടികൾ ഉണ്ടായിരിക്കണം ഒന്നുകിൽ. അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ 0 ആവാൻ പാടില്ല തന്നെ. ഇപ്പോൾ 1ാം ക്ലാസ്സിൽ 0 ആരും വന്നില്ല, ബാക്കി 3 ക്ലാസ്സിൽ കൂടി 75 കുട്ടികൾ ഉണ്ടായാൽ പോരാ. അപ്പോൾ 60 കുട്ടികളിൽ താഴെയാവുക,
ഒരു സ്റ്റാൻഡേർഡിൽ 15 കുട്ടികളിൽ എല്ലാ സ്റ്റാൻഡേർഡിലും 15 കുട്ടികളിൽ താഴെയാവുകയൊക്കെ ചെയ്താലാണ് നമ്മൾ അൺഎക്കണോമിക് അല്ലെങ്കിൽ മതിയായ എണ്ണം കുട്ടികളില്ലാത്ത സ്കൂൾ എന്ന് പറയുന്നത്. ആ സ്കൂളിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുതിയതായി നിയമിതരാകുന്ന അധ്യാപകരെയൊക്കെ നമ്മൾ സ്ഥിരം അധ്യാപകരായിട്ട് നിയമനാംഗീകാരം കൊടുക്കില്ല. പകരം ഡെയിലി വേജ് ആയിട്ടാണ് അവരെ പോസ്റ്റ് ചെയ്യുക. പഴയ ആൾക്കാർക്ക് തുടരാം, പക്ഷെ പുതിയതായിട്ട് നിയമിക്കേണ്ട ഒരാൾ അവിടെ നിന്ന് റിട്ടയറായി, ഒരു അധ്യാപകൻ അവിടുന്ന് ആ സ്കൂളിൽ നിന്ന് റിട്ടയറായി, സ്കൂൾ അൺഎക്കണോമിക്കാണ് എങ്കിൽ പുതിയതായിട്ട് ഒരു അധ്യാപകനെ നിയമിക്കുമ്പോൾ ആ അധ്യാപകൻ ഡെയിലി വേജ് അധ്യാപകനായിട്ടാണ് തുടരുക. എപ്പോൾ വരെ? എക്കണോമിക് ആകുന്നത് വരെ. എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ മതിയായ എണ്ണം കുട്ടികൾ ഉണ്ടാകുന്നത് വരെ. അതാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇനി നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ പ്രൊട്ടക്റ്റഡ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ പ്രൊട്ടക്റ്റഡ് ഹാൻഡിനെ നിയമിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ HTV വേക്കൻസി എന്ന് പറയുന്ന ഒരു വേക്കൻസി ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നത് അടുത്ത കാലത്താണ്. ഹെഡ് ടീച്ചർ വേക്കൻസി എന്ന് പറയും. HTV വേക്കൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ LPയിലെയും UPയിലെയും ഹെഡ് മാസ്റ്റർമാർ ക്ലാസ് എടുക്കേണ്ടതാണ്. കാരണം ഒരു ഡിവിഷൻ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണ് നമ്മളെ സ്റ്റാഫ് ഫിക്സേഷനൊക്കെ പോകുന്നത്. എന്നാൽ ഒരു ഈ LPയിൽ 1 മുതൽ 4 വരെയുള്ള സ്കൂളാണെങ്കിൽ 150 കുട്ടികൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രൊട്ടക്റ്റഡ് ഹാൻഡിനെ നിയമിക്കാം എന്ന് ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ വേക്കൻസിക്ക് HTV വേക്കൻസി എന്ന് പറയും. അപ്പോൾ LPയിൽ 150 കുട്ടികൾ ഉണ്ടെങ്കിലാണ് ഹെഡ് മാഷിൻ്റെ ക്ലാസ്സുകൾ ആ നിയമിതരാകുന്ന അധ്യാപകരെടുക്കും. ഹെഡ് മാഷിന് പകരം ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്റ്റഡ് ഹാൻഡിനെ നിയമിക്കുക. അല്ലെങ്കിൽ UPയിലാണെങ്കിൽ 100 കുട്ടികളുണ്ടെങ്കിൽ, UPയിൽ 100 കുട്ടികളുണ്ടെങ്കിൽ ആ UPയിലുള്ള ഹെഡ് മാസ്റ്ററിന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്റ്റഡ് ഹാൻഡിനെ നിയമിക്കാം. അത് ആ വേക്കൻസിക്കാണ് നമ്മൾ HTV വേക്കൻസി അഥവാ ഹെഡ് ടീച്ചർ വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു സംവിധാനം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ഹാൻഡിനെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത് തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർ DDയുടെ അനുമതിയോടുകൂടി ഈ തസ്തികയിൽ ഇപ്പോൾ ഡെയിലി വേജ് അധ്യാപകരെയും നിയമിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. ഇനി പൊതുവായി പറയേണ്ട ഒരു കാര്യം, ഒരു ടീച്ചറിന്, ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചറിന് ആ സ്കൂളിൻ്റെ മാനേജറായിരിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അങ്ങനെ ഒരു നിയമമില്ല. അപ്പോൾ ടീച്ചർ വേറെ, മാനേജർ വേറെ ആയിരിക്കണം. ഇനി നമ്മളൊരു ഹൈസ്കൂളിൽ സ്ട്രെങ്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു ഹൈസ്കൂളിൽ 1500 കുട്ടികളിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ എണ്ണം പെട്ടെന്ന് മാറും. 1500 കുട്ടികളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായ ക്ലർക്ക് 2 പേരാവും. എല്ലാ ഹൈസ്കൂളിലും ഒരു ക്ലർക്ക് ഉണ്ടാവും. പക്ഷേ 1500 കുട്ടികൾക്ക് മുകളിലുണ്ടെങ്കിൽ 2 ക്ലർക്ക് ഉണ്ടാവും. മാത്രമല്ല FTCM ഫുൾ ടൈം കണ്ടിൻജന്റ് മീഡിയയിലും 3 പേരും ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് 1500 കുട്ടികളാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം പെട്ടെന്ന് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. 500 കുട്ടികളിൽ കൂടുതൽ UPയിലുണ്ടെങ്കിൽ, ഒരു UP സ്കൂളിൽ സാധാരണ ചെറിയ UP സ്കൂളാണെങ്കിൽ അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഉണ്ടാവില്ല, PT സാർ ഉണ്ടാവില്ല. എന്നാൽ 500 കുട്ടികൾ ഒരു UP സ്കൂളിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ തസ്തിക അനുവദിച്ച് കിട്ടും. അടുത്തത് പറയുന്നത് ഉച്ചഭക്ഷണത്തെക്കുറിച്ചാണ്. സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് AEOയും നോൺ മീൽ ഓഫീസറും ചേർന്ന ആ ടീമിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ഏറ്റവും താഴെ തട്ടിൽ ഇതിൻ്റെ സൂപ്പർവിഷനും ബാക്കി കാര്യങ്ങളൊക്കെ ചുമതലകളൊക്കെ ശ്രദ്ധിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് നോൺ മീൽ ഓഫീസറാണ്. ആ നോൺ മീൽ ഓഫീസർ എന്ന് പറയുന്നത് AE ഓഫീസിലായിരിക്കും ഉണ്ടാവുക. അദ്ദേഹമായിരിക്കും ഈ ഉച്ചഭക്ഷണത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത്. സ്കൂളിൽ ചുമതലക്കാർ വേറെ ഉണ്ടാവും. പക്ഷേ ആ സ്കൂളിലുള്ള ചുമതലക്കാരെയും ആ സംവിധാനത്തെയും സൂപ്പർവൈസ് ചെയ്യാൻ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഓഫീസർ എന്ന് പറയുന്നത് നോൺ മീൽ ഓഫീസറാണ്, അല്ലെങ്കിൽ അതിൻ്റെ AE ഓഫീസർ. ഓക്കെ. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലീവുള്ള സ്കൂളുകളുണ്ട്, ലീവില്ലാത്ത സ്കൂളുകളുണ്ട്.
അപ്പോൾ വെള്ളിയാഴ്ച ദിവസം ലീവ് ഇല്ലാത്ത സ്കൂളാണെങ്കിൽ അന്നേ ദിവസം ആ സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ജുമാ നമസ്കാരത്തിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് 12:30 മുതൽ 2:30 വരെ നമ്മൾ അവധി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് മൊത്തത്തിൽ അവർക്ക് മാത്രമായിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 12:30 മുതൽ 2:30 വരെ എല്ലാ കുട്ടികൾക്കും ആ സ്കൂളിൽ ഫുള്ളായിട്ട് വെള്ളിയാഴ്ച ദിവസം അവധി കൊടുക്കേണ്ടതാണ്. അത് KRL പറയുന്ന കാര്യമാണ്. ഇനി ഹയർ സെക്കൻഡറിയിലേക്ക് ഞാൻ ഒന്ന് രണ്ട് പോയിന്റുകൾ കടക്കുന്നു പറയുകയാണ്. HSST എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറിയിൽ 2 തരം അധ്യാപകരാണ് ഉള്ളത്. ഒന്ന് HSST ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, പിന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ. അപ്പോൾ അത് കണക്കാക്കുന്നത് എങ്ങനെ? സീനിയർ എന്ന് പറഞ്ഞാൽ സീനിയറും ജൂനിയറും. അപ്പോൾ സീനിയർ എന്ന് പറയുന്നതാണ് ശരിക്കും HSST എന്ന് പറയും. അപ്പോൾ സീനിയർ എന്ന് പറഞ്ഞാൽ 15 അതിൽ കൂടുതലോ പീരീഡ് ഒരാഴ്ചയിൽ പഠിപ്പിക്കാനുള്ള അധ്യാപകരാണ് സീനിയർ ടീച്ചർ എന്ന് പറയുന്നത്. 15 താഴെ പീരീഡുകൾ പഠിപ്പിക്കുന്നവരെ, ഒരാഴ്ചയിൽ 15 താഴെ പീരീഡുകൾ പഠിപ്പിക്കുന്നവരെ ഹയർ സെക്കൻഡറി ജൂനിയർ ടീച്ചർ എന്നാണ് പറയുന്നത്. ഇനി ഈ അധ്യാപകരുടെ സേവന വ്യവസ്ഥകളിലേക്ക് ഞാൻ ഒന്ന് കടക്കാണ്. ഈ സാധാരണഗതിയിൽ എല്ലാ ജീവനക്കാർക്കും 1ാമത്തെ ഗ്രേഡ് കിട്ടുന്നത് 8ാമത്തെ വർഷത്തിലാണ്, ഹയർ ഗ്രേഡ് എന്ന് പറയുന്ന ഗ്രേഡ് കിട്ടുന്നത്. എന്നാൽ ഒരു ഹൈസ്കൂൾ അധ്യാപകന് 7ാമത്തെ വർഷം ആ ഗ്രേഡ് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഹൈസ്കൂൾ അധ്യാപകന് മാത്രമേ ആ ഒരു ആനുകൂല്യമുള്ളൂ. അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ട്, അതിപ്പോൾ ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ ഹൈസ്കൂൾ അധ്യാപകന് 7ാമത്തെ വർഷമാണ്, ബാക്കിയൊന്നും വ്യത്യാസമില്ല കേട്ടോ. 7, 15, 22. മറ്റുള്ള എല്ലാ അധ്യാപകർക്കും 8, 15, 22 എന്നാണ് വരിക. അത് ഹയർ സെക്കൻഡറി സീനിയറുകാർക്ക് ആ 22 ഉണ്ടാവുകയും ഇല്ല. ഇനി അതിനെപ്പറ്റി പറയാനുള്ളത് ഗ്രേഡ്. അപ്പോൾ ഈ ഹൈസ്കൂൾ അധ്യാപകന് തന്നെ ആദ്യത്തെ ഗ്രേഡ് 7 വർഷം കിട്ടിയാൽ മറ്റ് 2 ഗ്രേഡുകൾ കണക്കാണ്. 15ഉം 22ഉമാണ് ലഭിക്കുക എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. ഇപ്പോഴും ഈ 7 വർഷം കൊണ്ട് ഹൈസ്കൂൾ അധ്യാപകന് ഗ്രേഡ് ഉണ്ട് എന്നറിയാത്ത ഒരുപാട് അധ്യാപകരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഒരുപാട് പേര് ഈ സംശയം എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. 8ാമത്തെ വർഷം ഗ്രേഡ് പാസ്സാക്കിയവരുണ്ട്, എന്നിട്ട് പിന്നെ അത് മനസ്സിലായി കഴിഞ്ഞ് 7ാമത്തെ വർഷം മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടി പാസ്സാക്കി എടുക്കുന്ന രീതിയൊക്കെയാണ്. അപ്പോൾ അത് ശരിയല്ല. 7ാമത്തെ വർഷം തന്നെയാണ്. 7 വർഷം പൂർത്തിയാവുമ്പോൾ ഹൈസ്കൂൾ അധ്യാപകന് ഹയർ ഗ്രേഡ് കിട്ടും. ഇനി ഈ ഒരു UP സ്കൂളിലെ ഹെഡ് മാസ്റ്ററിന് ഇതിനെല്ലാം പുറമെ 8, 15, 22 പുറമെ ഹെഡ് മാസ്റ്റർ ആയി കഴിഞ്ഞാൽ 28 വർഷം പൂർത്തിയാവുമ്പോൾ അവർക്ക് ഹെഡ് മാസ്റ്ററിൻ്റെ ഗ്രേഡ് ഹയർ ഗ്രേഡ് കിട്ടും. 28 വർഷം. അതിൻ്റെ കണ്ടീഷൻ ഇതാണ്: ഒരു UP സ്കൂൾ അധ്യാപകൻ 28 വർഷം പൂർത്തിയായാൽ പോരാ, 28 വർഷവും വേണം. പിന്നെ ഒരു ദിവസമെങ്കിലും പ്രൈമറി HM ആയിരിക്കും വേണം. 28 years ഓഫ് പ്രൈമറി സർവീസ് പ്ലസ് ഈവൻ എ ഡേ ഓഫ് HM സർവീസ്. ഒരു ദിവസത്തെ എങ്കിലും പ്രൈമറി HM സർവീസും 28 വർഷത്തെ മറ്റ് പ്രൈമറി സർവീസും ഉണ്ടെങ്കിൽ അവർക്ക് പ്രൈമറി HMൻ്റെ ഹയർ ഗ്രേഡ് കിട്ടും. 28 വർഷമാണത്. ഇപ്പോൾ ഈ UP 32 വർഷം സർവീസ് ഉണ്ട്, HM ആയില്ല എങ്കിൽ ആ 28 വർഷത്തെ ഗ്രേഡ് കിട്ടുന്നതല്ല എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. ഇതേപോലെ ഹൈസ്കൂളിലാണെങ്കിൽ 27 വർഷം സർവീസും ഒരു ദിവസമെങ്കിലും ഹൈസ്കൂൾ HMൻ്റെ സർവീസും ഉണ്ടെങ്കിൽ 27 വർഷത്തെ ഹൈസ്കൂൾ HMൻ്റെ ഹയർ ഗ്രേഡ് കിട്ടും. അപ്പോൾ ഹൈസ്കൂൾ HMനും ഇത് ഉണ്ട്, പക്ഷേ UP പോലെ 28ലല്ല, 27 വർഷം കൊണ്ട് കിട്ടും. ഇപ്പോൾ 7, 15, 22, 27 അവിടെ ഇത് തന്നെയാണ് വ്യത്യാസം. 30 വർഷം ഹൈസ്കൂൾ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസമെങ്കിലും ഹൈസ്കൂൾ HMൻ്റെ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ 27 വർഷത്തിൻ്റെ ഗ്രേഡ് കിട്ടുകയുള്ളൂ എന്ന കാര്യവും നമ്മൾ ഓർമ്മിക്കുക. ഇനി ഞാൻ പറഞ്ഞു 8ാം ക്ലാസ് വരെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ കീഴിലാണ് കുട്ടികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് 8ാം ക്ലാസ് വരെ നമ്മൾ സ്കൂളിൽ ചേർക്കുന്നതിന് TC നിർബന്ധമല്ല. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, മറ്റൊരു സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ഇങ്ങോട്ടാക്കേണ്ട TC കൊണ്ടുവരണമെന്ന് നിർബന്ധിക്കേണ്ടതില്ല. പക്ഷേ
ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന പ്രൂഫ് ഉണ്ടായിരിക്കണം. ആ ഏജ് 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള 8ാം ക്ലാസ്സിലാണ് ചേരുന്നതെങ്കിൽ അല്ല ഏത് ക്ലാസ്സിലാണോ പഠിക്കേണ്ടത് ആ ക്ലാസ്സിൽ പഠിക്കാൻ ആവശ്യമായ ഏജ് ഉണ്ടായിരിക്കണം. അതിന് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് വേണം. പക്ഷെ ഇങ്ങനെ TC ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുട്ടി വേറെ സ്കൂളിലുള്ള സമ്പൂർണ്ണയിലാണ് കിടക്കുന്നതെങ്കിൽ ആ സമ്പൂർണ്ണയിൽ നിന്ന് നമ്മുടെ ഈ ബന്ധപ്പെട്ട സ്കൂളിലേക്കുള്ള സമ്പൂർണ്ണയിലേക്ക് കുട്ടിയുടെ പേര് ട്രാൻസ്ഫർ ചെയ്യണം. അത് അല്ലാതെ നമുക്ക് ചേർന്ന് കഴിഞ്ഞാൽ അല്ലാതെ കുട്ടിയുടെ രേഖകളൊക്കെ അവിടുത്തെ പഴയ സ്കൂളിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഒരു കുഴപ്പവും ഇതിൽ ഉണ്ട്. പക്ഷേ ചേർക്കണമെങ്കിൽ ഒരു കുട്ടിയെ ഒരു സ്കൂളിൽ ചേർക്കണമെങ്കിൽ 8ാം ക്ലാസ് വരെ TC നിർബന്ധമല്ല. 9ലും 10ലും പ്രൈവറ്റ് സ്റ്റഡിയിലൊക്കെ അതാത് കൊല്ലം ഗവൺമെൻറ് ഉത്തരവുകളിലൂടെ കുട്ടികൾ ചേരുന്നുണ്ട്. TC ഇല്ലാതെ പ്രൈവറ്റ് സ്റ്റഡി അതിപ്പോൾ ഒരു പരീക്ഷ എഴുതണം, അതിന് പ്രത്യേക ഗവൺമെൻറ് ഉത്തരവ് ഓരോ കൊല്ലവും ഇറക്കാറുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് പറയുന്നത് ഈ സ്കൂളുകളിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട 3 ഡയറികളാണ്. ഒന്ന് ഇൻസ്പെക്ഷൻ ഡയറിയാണ്. ഇൻസ്പെക്ഷൻ ഡയറി എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിൻ്റെ HM-നേക്കാൾ ഉയർന്ന ഉദ്യോഗസ്ഥർ, അതായത് AEO DEO DD പോലെയുള്ള വിദ്യാഭ്യാസ വകുപ്പിലെ ഇൻസ്പെക്ട് ചെയ്യാൻ പവറുള്ള ഉദ്യോഗസ്ഥർ വന്നാൽ ഇൻസ്പെക്ഷൻ ഡയറിയാണ് എഴുതാൻ കൊടുക്കേണ്ടത്. അതിലാണ് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ ഡയറിയിലാണ് എഴുതുക. എന്നാൽ സ്കൂളിൽ ഒരു ഡോക്ടർ വിസിറ്റിന് വന്നു. അപ്പോൾ ആ ഡോക്ടർ വിസിറ്റിന് വന്നാൽ അവർ ഇൻസ്പെക്ഷൻ ഡയറിയിലല്ല അവർ എഴുതേണ്ടത്, അവർ വിസിറ്റേഴ്സ് ഡയറിയിലാണ് എഴുതേണ്ടത്. വിസിറ്റേഴ്സ് ഡയറിയിൽ അവരെഴുതും, ഇന്ന ദിവസം ഞാൻ സ്കൂള് സന്ദർശിച്ചു, സ്കൂളിലുള്ള ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു, വളരെ കൃത്യമായി സ്കൂളിലെ ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയറി അദ്ദേഹം എഴുതും. അത് എഴുതേണ്ടത് വിസിറ്റേഴ്സ് ഡയറിയാണ്. ഇനി മറ്റൊന്ന് സ്കൂളിൽ കാണുന്ന മറ്റൊന്നാണ് ലോഗ് ബുക്ക് എന്ന് പറയുന്നത്. ലോഗ് ബുക്ക് എന്ന് പറയുന്നത് ശരിക്കും സ്കൂളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ കുറിച്ചു വെക്കുന്ന ഒന്നാണ്. ഓരോ ദിവസത്തെയും സംഭവ വികാസങ്ങൾ, അവിടെ നടക്കുന്ന പരിപാടികൾ ഒക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ബുക്കാണ് ലോഗ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പൊതുവായ കാര്യങ്ങളെ കുറച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ചാപ്റ്റർ വൈസ് വരുമ്പോൾ വരുന്നുണ്ട്. പുതിയ ചാപ്റ്റർ അടുത്ത വീഡിയോ മുതൽ നെക്സ്റ്റ് വീഡിയോ മുതൽ ചാപ്റ്ററിലേക്ക് കടന്നിട്ട് ചോദ്യവും ഉത്തരവും രൂപത്തിലേക്കൊക്കെ മാറ്റി നമുക്ക് ഈ കണ്ടന്റുകൾ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരണത്തോടെയുള്ള ക്ലാസ് നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പരീക്ഷ എഴുതുന്ന മറ്റ് ജീവനക്കാർക്ക്, അധ്യാപകർക്കായാലും മറ്റ് ജീവനക്കാർക്കായാലും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.